SIT പറഞ്ഞതുപോലെ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താം, അതിലൊരു അതിലേക്ക് കൊണ്ടുവരാതെ ഇതൊരു കൺഫ്യൂഷനായി തന്നെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇല്ലാത്തതുകൊണ്ടാണ്. അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അന്വേഷണവുമായി അന്വേഷണം തുടരുന്നേ ഉള്ളൂ. സുഹൈൽ, ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ പറയുന്ന കടകംപള്ളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിന്റെ രാഷ്ട്രീയ ധാർമ്മികത ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്, മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അതേ ധാർമ്മികത എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സ്വർണ്ണക്കൊള്ളന്നല്ല ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊരു കേസ് ഉണ്ടാകുമ്പോഴും അതിലേതെങ്കിലും പ്രതികൾ, ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ ഇവരൊക്കെ പ്രതിപട്ടികയിലുള്ളവരാണ്. ഇനി ആര് വാങ്ങി, ആര് വിറ്റു, ആര് കടത്തി എന്നൊക്കെയുള്ളത് കുറ്റപത്രം വരുമ്പോൾ മനസ്സിലാകും. പക്ഷെ ഇവരൊക്കെ പ്രതിപട്ടികയിലുള്ള ആളുകളാണ്. ഏത് കാലയളവിലാണ് ഇവർ സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിൽ പോലും ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്കായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇത് എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രം എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ? ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ പ്രതികൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആ നേതാക്കൾക്ക് മറുപടി പറയേണ്ട ബാധ്യത വരാറുണ്ട്. അതൊരു ധാർമ്മികതയുടെ കൂടി പ്രശ്നമാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിൽ രാഷ്ട്രീയ ധാർമ്മികത ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് ദേവസ്വം മന്ത്രി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചല്ല. അതിന് മുൻപും ആ ചിത്രത്തെ കുറിച്ച് അദ്ദേഹത്തിന് പൊതുമധ്യത്തിൽ വന്ന് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ പോയിന്റാണ്. അതായത് നിലവിൽ ഈ സംവിധാനങ്ങൾ നിങ്ങളുടെ പക്കലാണ്. ഞാൻ പറഞ്ഞു ഐഡിയലി ഇത് പറഞ്ഞ പോലെ കോടതി ഇടത് സർക്കാരിന്റെ പക്കലാണ്, LDFന്റെ പക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഒരു കയോസും കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഇപ്പോൾ സോണിയാഗാന്ധിയോടൊപ്പം പ്രതികൾ എന്തിനു നിന്നു, അവർ തമ്മിലുള്ള ബന്ധം എന്ത് എന്ന ചോദ്യം വരുമ്പോൾ അത് നിങ്ങൾ ഈ പൊതുബോധത്തിൽ LDF സർക്കാർ പൊതുബോധത്തിൽ ഇങ്ങനെ ആവർത്തിച്ചിരിക്കാതെ ഒരു നോട്ടീസ് ആയിട്ട് സോണിയാഗാന്ധിയോട് ചോദിക്കുകയാണ്. അതങ്ങനെ നടക്കട്ടെ സുഹൈൽ. അതിപ്പോൾ സർക്കാർ സംവിധാനം SIT ആ നിലയിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതി അതപ്പോൾ ഇവിടെ നടക്കട്ടെ. ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് അല്ല സുഹൈൽ. എല്ലാ ഘട്ടത്തിലും ഈ നിലയിൽ നേതാക്കൾക്ക് പൊതുസമൂഹത്തിൽ വന്ന് അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടി വന്നിട്ടുണ്ട്. അത് പറയേണ്ട ധാർമ്മികത രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഏതൊരാൾക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രമാണ് പുറത്തു വരുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ ചിത്രം വന്നതുകൊണ്ട് സോണിയാഗാന്ധി ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്നോ അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഈ പാട്ട് പാടുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതിനും മറുപടി പറയാനുള്ള ധാർമ്മികതയുണ്ട് എന്നതേ ഞാൻ പറഞ്ഞുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.